إلا الله بسم الله ما شاء الله ما كان من نعمة فمن الله بسم الله ما شاء الله كان ما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم توسلت بالحي القيوم الذي لا يموت وابدا دفعت ونسوا بألف ألف لا حول ولا قوة إلا بالله العلي العظيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم قال الله تعالى في القرآن المجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما أرسلناك إلا رحمة للعالمين صدق الله العلي العظيم കരുണാവാനിധിയായ കാരുണ്യവാനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഈ ഒരുമിച്ച് കൂടിയതുപോലെ ജന്നാത്തുൽ ഫിർദൗസിൽ ഹബീബുൽ വറ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സച്ചരിതരായ സലഫു സ്വാലിഹീങ്ങളോട് കൂടെ ഒരുമിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ മാതാപിതാക്കൾ, ബന്ധു, മിത്രാദികൾ സർവരുടെയും മണ്ണറകളെ അല്ലാഹു മണിയറകളാക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ജന്മം കൊണ്ട് ജാജ്വലവും കർമ്മം കൊണ്ട് കമനീയവുമായ വ്യക്തിപ്രഭാവത്തിന്റെ ഉടമയായ നമ്മുടെ എല്ലാം മനസ്സാകുന്ന മാണിക്യ കൊട്ടാരത്തിന്റെ ഉൾത്തടങ്ങളിൽ വിരാജിക്കുന്ന നാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ഹബീബുൽ വറ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൽ അവിടുത്തെ അവദാനങ്ങളും പ്രകീർത്തനങ്ങളും വാനോളം പാടി പുകഴ്ത്തി അവിടത്തോടുള്ള സ്നേഹാദരവുകളുമായി അവിടത്തോടുള്ള ഹൃദയത്തിന്റെ ഉള്ളിലെ സ്നേഹം നമ്മൾ പ്രകടിപ്പിച്ചപ്പോൾ ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരായിരുന്നു എന്ന് പലപ്പോഴും പൂർണ്ണമായി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ള ഒരു കാര്യം നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടതുണ്ട്. കാരണം പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി മറ്റു മതസ്ഥരായ ചരിത്രകാരന്മാർ അല്ലാത്ത സാധാരണക്കാരായ ആളുകൾ പോലും പഠിച്ചുകൊണ്ട് അവസാനം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന ചൊല്ലി പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ ഇസ്ലാമിന്റെ മാനിഫെസ്റ്റോയെ, ഇസ്ലാമിന്റെ തത്വസംഹിതകളെ അംഗീകരിക്കുന്ന മുസ്ലിമാണ് എന്ന് പറയുന്ന നമ്മൾ എത്രമാത്രം നിബിധങ്ങളെ അനുധാവനം ചെയ്യുന്നുണ്ട് എന്ന് ഈ സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു തആല പറഞ്ഞത് വഇന്നക ലഅലാ ഖുലുഖിൻ അദീം എന്നാണ്. ഏറ്റവും ഉത്തമമായ സ്വഭാവത്തിന്റെ ഉടമയാണ് നബിയെ എന്നാണ് വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ശാഫിഈ മദ്ഹബിലെ മുഫ്തിയായിരുന്ന മദീനയിലെ വലിയ പണ്ഡിതനായിരുന്ന ജഅഫറുൽ ബർസഞ്ചി റഹ്മഹുല്ലാഹ് وكان رسول الله صلى الله عليه وسلم احسن الناس خلقا وخلقا നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റിയിട്ട് അദ്ദേഹം ഇങ്ങനെ എഴുതിയിട്ട് പറയുകയാണ്
വകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ റസൂലുള്ളാഹ് അവിടുന്ന് അഹ്സനൻ നാസി, ജനങ്ങളിൽ വെച്ച് ഏറ്റവും സുന്ദരനായിരുന്നു, ഏറ്റവും ശ്രേഷ്ഠവാനായിരുന്നു, ഉദാത്തമായ വ്യക്തിപ്രഭാവത്തിന്റെ ഉടമയായിരുന്നു. നബി തങ്ങളുടെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ, അതുപോലെ തന്നെ സൃഷ്ടിപ്പ് വെച്ച് നോക്കുമ്പോൾ നബി തങ്ങൾ ഏറ്റവും ഉദാത്തമായ വ്യക്തിപ്രഭാവത്തിന്റെ ഏറ്റവും നല്ല പേഴ്സണാലിറ്റിയുടെ ഉടമയാണെന്ന് മഹാനായ ജഅഫറുൽ ബർസഞ്ചി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞപ്പോൾ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നുണ്ട്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നമുക്ക് മാതൃകയാക്കാൻ പറ്റിയത് ആരാണെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നുണ്ട്. നബി തങ്ങളുടെ ഉത്തമമായ സ്വഭാവത്തെയാണ് നമ്മൾ മാതൃകയാക്കേണ്ടതെന്ന്. പരിശുദ്ധമായ നബിദിനത്തോടനുബന്ധിച്ചുകൊണ്ട് പല സ്ഥലങ്ങളിലും നല്ല രൂപത്തിൽ റാലികൾ നടന്നപ്പോൾ ദഫ്ഫുകൾ മുട്ടി ഹബീബായ നബി തങ്ങളുടെ അവദാനങ്ങളും പ്രകീർത്തനങ്ങളും പാടിയപ്പോൾ നബി തങ്ങൾ വിരോധിച്ച ഹറാമായ രൂപത്തിലുള്ള പാട്ട് വിട്ടുകൊണ്ട്, ഷർട്ടുകൾ ഊരിയിട്ടുകൊണ്ട്, മറ്റുള്ളവർ കണ്ടാൽ വെറുക്കുന്ന രൂപത്തില് പാശ്ചാത്യരായ പോപ്പ് ഗായകന്മാരെ മാതൃകയാക്കുന്ന രൂപത്തിൽ നബിദിന റാലികൾ നടക്കുന്നത് നമ്മുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടു. കായംകുളം പോലെ പല സ്ഥലങ്ങളിലും അത്തരത്തിലുള്ള നബിദിന റാലികൾ നടന്നപ്പോൾ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, പ്രിയപ്പെട്ടവരെ, അവിടെയുള്ള മഹല്ല് ഭാരവാഹികൾ, അവിടെയുള്ള ഇമാമികൾ ഒന്ന് ശ്രദ്ധ ചെലുത്തിയിരുന്നെങ്കിൽ, അതിനെതിരെ ശക്തമായി ഒന്ന് പ്രതികരിച്ചിരുന്നെങ്കിൽ അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകില്ലായിരുന്നു എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോ നമ്മളോട് മാതൃകയാക്കാൻ വേണ്ടി പറയുന്നത് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു റസൂലുള്ളാഹി തങ്ങൾ. വിശുദ്ധമായ ഖുർആനിൽ എന്താണോ പറഞ്ഞത് അതുപോലെ തന്നെയായിരുന്നു നബി തങ്ങളുടെ ജീവിതം ഉണ്ടായിരുന്നത്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മുഗീസിന്റെ ഭാര്യയായ ബഹീറ, മുഗീസ് എന്നാൽ ഒരടിമയായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ ബഹീറ എന്ന് പറയുന്നവരോടൊപ്പം പരിശുദ്ധമായ കഅബാലയത്തിൽ ഇങ്ങനെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ഒരു കാഴ്ച കാണുകയാണ്. കഅന്നി അൻദുറു ഇലൈഹി യതൂഫു ഖൽഫഹാ യബ്കി വദമുഉ തസീലു അലാ ലിഹ്യതിഹി. ഞങ്ങൾ ഇങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്ത് ഇദ്ദേഹം മുഗീസ് എന്ന് പറയുന്നവരുടെ ഭാര്യ ബരീറ എന്നവർ മുഗീസിനെ മൈൻഡ് ചെയ്യുന്നില്ല, അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നില്ല. അദ്ദേഹം ഭാര്യയോട് സ്നേഹത്തോടുകൂടി പെരുമാറുന്നുണ്ട്, പക്ഷേ ഭാര്യ അദ്ദേഹത്തെ മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ നടക്കുകയാണ്. ആ സമയത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിൽ അബ്ബാസ്, അബ്ബാസേ എന്ന് വിളിച്ചുകൊണ്ട് നബി തങ്ങൾ പറയുകയാണ്, അലാ തഅജബു മിൻ ഹുബ്ബി മുഗീസിൻ ബരീറത വമിൻ ബുഗ്ദി ബരീറത മുഗീസ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ബരീറയോട് മുഗീസ് ഒരുപാട് സ്നേഹം കാണിക്കുന്നുണ്ട്, പക്ഷേ ബരീറ മൈൻഡ് ചെയ്യുന്നില്ലല്ലോ ഇബ്നു അബ്ബാസ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്നുകൊണ്ട് ബരീറയോട് പറയുകയാണ്. എന്താണ് പറഞ്ഞതെന്നറിയുമോ? ലൗ റാജഅതി വഇന്നഹു അബൂ വലദിക, നിന്റെ മക്കളുടെ ഉപ്പയല്ലേ അദ്ദേഹം, അദ്ദേഹത്തോടൊന്ന് നല്ലതുപോലെ പെരുമാറിക്കൂടെ, അദ്ദേഹത്തെ ഒന്ന് മൈൻഡ് ചെയ്തുകൂടെ, അതോ അദ്ദേഹത്തെ എന്തിനാണ് അവോയ്ഡ് ചെയ്യുന്നതെന്ന് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചപ്പോൾ മുഗീസിന്റെ ഭാര്യയായ ബരീറ റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കുകയാണ്, നബിയെ അങ്ങ് എന്നോട് കൽപ്പിക്കുകയാണോ? കാരണം നബി തങ്ങൾ കൽപ്പിച്ചു കഴിഞ്ഞാൽ അത് അനുസരിച്ചില്ലെങ്കിൽ പിന്നെ അള്ളാഹുവിന്റെ റസൂലിനോട് ധിക്കാരം പ്രവർത്തിച്ചതുപോലെയാകും. അതുകൊണ്ട് തന്നെ ചോദിച്ചു, നബിയെ എന്റെ ഭർത്താവും ഞാനും തമ്മിൽ അത്ര രസത്തിലല്ല നബിയെ, എന്റെ ഭർത്താവിന്റെ പല സ്വഭാവങ്ങളും എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, അതുകൊണ്ട് യാ റസൂലല്ലാഹ് അങ്ങ് എന്നോട് കൽപ്പിക്കുകയാണോ? അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ല, ഞാൻ
ഞാനൊരു ശുപാർശ ചെയ്യുകയാണ്, ഞാൻ നിന്നോട് ആവശ്യപ്പെടുകയാണ്, നിനക്ക് കഴിയുമെങ്കിൽ അംഗീകരിക്കാം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇശ്ഫഉ തഅ്ജറു, നിങ്ങൾ ഒരാൾക്ക് വേണ്ടിയിട്ട് ശുപാർശ ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് പ്രതിഫലമുണ്ടെന്ന് നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഒരാൾക്ക് വേണ്ടി എന്തെങ്കിലും റെക്കമെൻഡ് നടത്തി കഴിഞ്ഞാൽ, ഒരാൾക്ക് ജോലി വാങ്ങി കൊടുക്കാൻ വേണ്ടിയിട്ട് റെക്കമെൻഡ് നടത്തി, അല്ലെങ്കിൽ നാട്ടിലൊരാൾ പ്രയാസപ്പെട്ട് രോഗിയായി കഴിയുകയാണ്, അദ്ദേഹത്തിന് വാട്ടർ ബെഡ് സംവിധാനം വേണം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംവിധാനം വേണം, അതിന് വേണ്ടി അദ്ദേഹത്തിന് വേണ്ടി ഒരു റെക്കമെൻഡ് നടത്തി കഴിഞ്ഞാൽ, ഒരു മനുഷ്യന് വേണ്ടിയിട്ട് എന്തെങ്കിലും ശുപാർശ നടത്തി കഴിഞ്ഞാൽ, അല്ലാഹുവിന്റെ അടുക്കൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് പ്രതിഫലമുണ്ടെന്ന് സയ്യിദുൽ കായിനാത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. നബി തങ്ങളുടെ അടുക്കൽ ആര് വന്നാലും നബി തങ്ങൾ വെറുതെ അയക്കാറുണ്ട് ായിരുന്നില്ല. ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് ഒരാൾ വിഷമം പറഞ്ഞു. അല്ലാഹുവിന്റെ ഹബീബിന്റെ കയ്യിൽ ഒന്നും കൊടുക്കാനുണ്ടായിരുന്നില്ല. وراودته الجبال الشم من ذهب عن نفسه فأراها أيما الشمم. ജിബ്രീൽ വന്നിട്ട് മാമലകൾ കാണിച്ചുകൊണ്ട് പറഞ്ഞു, നബിയേ, ആ കാണുന്ന ഉഹുദ് മലയെ ഞാൻ കനകമാക്കട്ടെയോ എന്ന് ചോദിച്ചപ്പോ, മാമലകൾ കാണിച്ചിട്ട് കനകമാക്കട്ടെയോ എന്ന് ചോദിച്ചപ്പോ വേണ്ട എന്ന് പറഞ്ഞ മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അല്ലാഹുമ്മ അഹീനി മിസ്കീന എന്നെ പാവപ്പെട്ടവനായി ജീവിപ്പിച്ച് പാവപ്പെട്ടവനായി മരിപ്പിക്കണേ എന്ന് ദുആ ചെയ്ത ലോകത്തിന്റെ നേതാവ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 23 രാഷ്ട്രീയ സാമ്രാജ്യവും ഒരു ആത്മീയ സാമ്രാജ്യവും ഉൾക്കൊള്ളുന്ന പ്രവിശാലമായ ഒരു ലോകത്തിന്റെ ഉടമയായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിന്റെ എല്ലാം നേതാവായിരുന്നിട്ട് കൂടി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാവങ്ങളോടൊപ്പം ഇടപഴകി പാവമായിട്ട് ജീവിക്കാനാണ്, മിസ്കീനായി ജീവിക്കാനാണ് നബി തങ്ങൾ ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഒരാൾ വന്നിട്ട് നബി തങ്ങളോട് സഹായം ആവശ്യപ്പെട്ടപ്പോ ഒന്നും കൊടുക്കാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിലുണ്ടായിരുന്നില്ല. നബി തങ്ങൾ കടം വാങ്ങിയിട്ട് കൊടുക്കുകയാണ്. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്. ഉമർ എന്ന് പറഞ്ഞാൽ പറ്റാത്തത് കണ്ടാൽ അപ്പോൾ പ്രതികരിക്കും. തനിക്ക് തെറ്റാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് എത്ര വലിയവനാണെങ്കിലും ഉമർ ചോദിക്കുമായിരുന്നു. അല്ലാഹുവിന്റെ റസൂലിനോടാണ് ചോദിക്കുന്നത്, നബിയെ, കയ്യിലുണ്ടെങ്കിൽ അത് കൊടുത്താൽ പോരെ നബിയെ, അങ്ങ് കടം വാങ്ങിട്ട് കൊടുക്കണോ, അങ്ങ് വല്ലാത്ത പ്രയാസത്തിലല്ലേ എന്ന് ചോദിക്കുകയാ. ആ സമയത്ത് റസൂലുള്ളാഹിന്റെ മുഖം അങ്ങ് വിവർണമായി. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രയാസം അനുഭവപ്പെട്ടു. ആ സമയത്ത് ഒരു അറാബിയായ മനുഷ്യൻ കടന്നു വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, ലാ തഖ്ശ അർശിന്റെ ഉടമയായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്നെയാണ്. അങ്ങ് ഒരിക്കലും മറ്റുള്ളവരുടെ മുമ്പിൽ യാചിക്കേണ്ട അവസ്ഥയിൽ വരില്ല നബിയെ എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ധാരാളമായിട്ട് സമ്പത്ത് കൊടുക്കുകയാണ്. ആ സമ്പത്ത് മുഴുവനും നബി തങ്ങൾ സ്വതക്ക ചെയ്തു. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, ഉമറേ, ആ മനുഷ്യൻ പറഞ്ഞതുപോലെ നന്മ ചെയ്യാനുള്ള ഒരു പ്രോത്സാഹനം നിനക്ക് നൽകാമായിരുന്നില്ലേ? എന്തിനാണ് എന്നെ ഇതിൽ നിന്ന് പിന്തിരിപ്പിച്ചത് എന്ന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് കവികൾ പാടിയത്, ഓൻകെ ജൂദോ കരം ഹേ ഷഹബത് ഹാ തേരാ നഹി സുൻതാ ഹേ നഹി മാംഗനെ വാലാ തേരാ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരെ എന്ത് വന്ന് പറഞ്ഞാലും ഓൻകെ ജൂദോ കരം ഹേ ഷഹേ ബദ്ഹാ തേരാ, ബദ്ഹായുടെ നേതാവായ ഹബീബായ തങ്ങളെ, ബദ്ഹാ എന്ന് പറയുന്ന ആ പരിശുദ്ധമായ മദീനയുടെ സാമ്രാജ്യത്തിന്റെ നേതാവായ നബിയെ, അങ്ങയോട് ആരെന്ത് വന്ന് പറഞ്ഞാലും നഹി സുൻതാ ഹേ നഹി മാംഗനെ വാലാ തേരാ, അങ്ങ് വേണ്ട എന്ന് പറയാറില്ലല്ലോ നബിയെ എന്ന് അല്ലാമ
അഹമ്മദ് റസാ ഖാനെ പോലെയുള്ള മഹാത്മാക്കൾ പാടിയെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആര് എന്ത് പറഞ്ഞാലും മടക്കാറുണ്ടായിരുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാമ്പത്തിക വിഭവ കൈകാര്യം നടത്തിയിരുന്നത് മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു ആയിരുന്നു. ആലോചിക്കണം, കറുകറുത്തവരെന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ മാറ്റി നിർത്തിയ ബിലാൽ റളിയല്ലാഹു അൻഹു, ഉമയ്യത്തിന്റെ അടിമയായിരുന്ന ബിലാൽ റളിയല്ലാഹു അൻഹു, ആ ബിലാലിനെ തന്റെ സാമ്പത്തിക കാര്യങ്ങളുടെ ചുമതല അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു പലരെയും നിന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതനുസരിച്ചുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കും. ഒരു ദിവസം ഒരു ജൂതനായ ആള് വന്നുകൊണ്ട് പറഞ്ഞു, നബിയേ, ഇനി താങ്കൾ വേറെ ഒരാളുടെ അടുക്കലേക്കും ഈ ആവശ്യത്തിന് വേണ്ടി അയക്കണ്ട, എത്ര സമ്പത്ത് വേണമെങ്കിലും ഞാൻ തരാം, അവധി വെച്ചുകൊണ്ട് തിരികെ തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ബിലാൽ റളിയല്ലാഹു അൻഹു പോയിട്ട് ഈ മനുഷ്യന്റെ കയ്യിൽ നിന്നുകൊണ്ട് പൈസ വാങ്ങിക്കൊണ്ടുവരും. പാവപ്പെട്ടവരായ ആളുകൾ വന്നുകൊണ്ട് കാരുണ്യത്തിന്റെ കരകാണാ കടലായ മുസ്തഫ ജാൻ റഹ്മത്ത് പെ ലാഖോ സലാം, ശംഅ ബസ്മെ ഹിദായത്ത് പെ ലാഖോ സലാം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നുകൊണ്ട് വിഷമങ്ങൾ പറയുന്ന സമയത്ത് നബി തങ്ങളുടെ മനസ്സലിയും അല്ലാഹുവിന്റെ റസൂൽ സഹായിക്കും. ഒരു ദിവസം സമയത്തിന് വാങ്ങിയ പൈസ കൊടുക്കാൻ കഴിയാതെ ബിലാൽ വിഷമിച്ച സമയത്ത് മദീനത്തെ പള്ളിയിൽ വന്ന ബിലാൽ ബാങ്ക് വിളിച്ചു, ഇഖാമത്തിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണ്. ആ സമയത്ത് ഈ പൈസ കൊടുക്കാനുള്ള ജൂതനായ മനുഷ്യൻ വന്നുകൊണ്ട് ബിലാലിനെ പ്രയാസപ്പെടുത്തുകയാണ്. ബിലാൽ വശളായി, എല്ലാവരുടെ ഇടയിൽ നിന്ന് ബിലാൽ വശളായി. പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഹബീബായ തങ്ങളെ ഏൽപ്പിക്കപ്പെട്ട കാരണം കൊണ്ട് ബിലാൽ ചെയ്തതാണ്. അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത വിഷമം വന്നു. നബി തങ്ങൾ സ്വാദിഖുൽ മസ്ദൂഖായ മുത്ത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ബിലാലെ വിഷമിക്കണ്ട, ഉടൻ തന്നെ അല്ലാഹു തആല ഇതിനൊരു പരിഹാരം കാണിച്ചു തരുമെന്ന് പറഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ 3 ഒട്ടകങ്ങൾ നിറയെ സാധന സാമഗ്രികളുമായിട്ട് ഹബീബായ മുത്ത് റസൂൽ സന്നിധാനത്തിലേക്ക് വരികയാണ്. പ്രവാചക പുങ്കവർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിജ്ഞാനത്തിന്റെ ഭണ്ഡാകാരത്തിന്റെ വാതായനങ്ങളിൽ നിന്ന് നിർഗളിക്കുന്ന വിജ്ഞാനത്തിന്റെ മധുപോൽ പെറുക്കിയെടുക്കാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ഇരിക്കുന്ന സഹാബത്തിന്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണീര് വരികയാണ്. റസൂലുള്ളാഹ് ഒരു ജൂതന്റെ മുമ്പിൽ വിഷമിക്കുന്നു. ആ സമയത്ത് ഇയാൾ കടന്നു വന്നിട്ട് 3 ഒട്ടകം നിറയെ സാധനം കൊടുത്തു. നബി തങ്ങൾ അത് മുഴുവനും സ്വതക്ക ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ആ ജൂതന്റെ പൈസ കൊടുത്തു, ബാക്കിയുള്ളത് മുഴുവൻ സ്വതക്ക ചെയ്യാൻ വേണ്ടി പറഞ്ഞു. രാവിലെ ഏൽപ്പിച്ചു, വൈകുന്നേരം ബിലാലിനോട് ചോദിച്ചു, ബിലാലെ മുഴുവനും കൊടുത്തു? അല്ലാഹുവിന്റെ റസൂലെ, കൊടുത്തു തീർന്നിട്ടില്ല നബിയെ. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ബിലാലെ, എന്നാൽ ഞാൻ വീട്ടിലേക്ക് പോകുന്നില്ല. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിൽ പോകാതെ അവിടെ നിൽക്കുകയാണ്. മദീനത്തെ പള്ളിയിൽ അന്ന് രാത്രി ഇബാദത്തിനായി കഴിയുകയാണ്. പിറ്റേ ദിവസം രാവിലെ വന്നുകൊണ്ട് ബിലാൽ പറഞ്ഞു, നബിയെ, എല്ലാം ഞാൻ കൊടുത്തു തീർത്തിട്ടുണ്ട്, അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് ശുക്ർ ചെയ്തുകൊണ്ട് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ വീട്ടിലേക്ക് കടന്നു പോവുകയാണ്. ഇതായിരുന്നു പ്രിയപ്പെട്ടവരെ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം. ഒരു ദിവസം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് നടന്നു പോകുന്ന സമയത്ത് ഒരു സ്ത്രീ വരികയാണ്. അന്നംറഅതൻ ജഅത്തിൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിബുർദത്തിൻ മൻസൂജ, സുന്ദരമായ ഒരു പുതപ്പ് റസൂലുള്ളാഹി തങ്ങൾക്ക് സമ്മാനിക്കുകയാണ്. അങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ ഇട്ട സമയത്ത് ഒരാൾ വന്നുകൊണ്ട് ചോദിക്കുന്നു, ഒരു സഹാബിയായ മനുഷ്യൻ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, ഫഹദ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹ്താജൻ ഇലൈഹാ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എല്ലാവരും പറഞ്ഞു നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞു. നബി തങ്ങൾ ഇഷ്ടപ്പെട്ടു. അപ്പോഴാണ് ഒരാൾ വന്നുകൊണ്ട് ചോദിക്കുന്നത്, ഇന്നമാ സഅൽതുമൂഹു ലിതകൂന കഫനി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ പുതപ്പ് തരാൻ വേണ്ടി ചോദിക്കുകയാണ്. നബിയെ, എനിക്കിത് ഇഷ്ടപ്പെട്ടു, അങ്ങ് തരുമോ? എല്ലാവർക്കും ദേഷ്യമായി. കാരണം ഹബീബായ തങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു പുതപ്പാണല്ലോ ചോദിച്ചത്. ആ സമയത്ത് ഈ സഹാബി പറയുകയാണ്, നബിയെ, ഇന്നമാ സഅൽതുഹു ലിതകൂന കഫനി, ഞാനിത് ചോദിച്ചത് മരിച്ചു പോകുമ്പോ എന്റെ കഫം പുടവയായിട്ട്
പ്രധാനപ്പെട്ടത് കൊണ്ടുപോകാനാണെന്ന് സയ്യിദുൽ കായിനാത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, മഹാന്മാരായ സഹാബത്തിന്റെ ജീവിതം ഇങ്ങനെയായിരുന്നു. അല്ലാഹുവിന്റെ റസൂലിനെ അവർ പൂർണ്ണമായും ഇത്തിബാഅ് ചെയ്തവരായിരുന്നു. അതോടൊപ്പം റസൂലുള്ളാഹിനെ മഹബ്ബത്ത് വെച്ചവരുമായിരുന്നു. കാരുണ്യത്തിന്റെ കരകാണാ കടലായ റസൂലുള്ളാഹ് തനിക്ക് ഇഷ്ടപ്പെട്ടത് എന്തും ആർക്കും കൊടുക്കുമായിരുന്നു റസൂലുള്ളാഹ്. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ എന്നുള്ള ആയത്ത് പഠിപ്പിക്കുമ്പോൾ തന്നെ തന്റെ പ്രവൃത്തി മണ്ഡലത്തിൽ കൊണ്ടുവന്ന റസൂലുള്ളാഹ്. ആ പുണ്യപ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാം അഹ്മദ് അവിടുത്തെ ഗ്രന്ഥത്തിൽ മുസ്നദിൽ രേഖപ്പെടുത്തുന്നുണ്ട്. നബി തങ്ങൾ ഒരു ദിവസം നടന്നു പോകുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്നത്തെ ദിവസം ഒരു പുതിയ വസ്ത്രം വാങ്ങുകയാണ്. 4 ദിർഹമിനാണ് റസൂലുള്ളാഹ് വസ്ത്രം വാങ്ങുന്നത്. എന്നിട്ട് പുത്തൻ ഉടുപ്പുമായിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരാൾ വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്, നബിയെ, ആ വസ്ത്രം ഒന്ന് തരുമോ? കസാകല്ലാഹു മിൻ സിയാബിൽ ജന്ന, ഇതിന് പകരമായിട്ട് അല്ലാഹു തആല സ്വർഗ്ഗത്തിലെ വസ്ത്രം അങ്ങയെ അണിയിപ്പിക്കും യാ റസൂലല്ലാഹ് എന്ന് സ്വർഗ്ഗത്തിന്റെ വട്ടക്കണ്ണി പിടിച്ചുകൊണ്ട് സ്വർഗ്ഗത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന സയ്യിദുനാ റസൂലുള്ളാഹിയോട് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂലിനെ പറയാമായിരുന്നു, നീ ദുആ ചെയ്തതുകൊണ്ട് നിന്റെ ദുആഇന്റെ ആവശ്യം എനിക്കില്ല, ഞാൻ സ്വർഗ്ഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്ന വ്യക്തിയാണെന്ന്. അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യരോട് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് പുത്തനുടുപ്പെടുത്തുകൊണ്ട് ആ പുത്തനുടുപ്പിന്റെ നറുമണം വിട്ടുമാറാത്ത ആ വസ്ത്രം എടുത്തു കൊടുക്കുകയാണ്. എന്നിട്ട് തന്റെ കയ്യിലുണ്ടായിരുന്ന 10 ദിർഹമിൽ നിന്ന് ബാക്കി 6 അതിൽ നിന്നുകൊണ്ട് 4 വീണ്ടും റസൂലുള്ളാഹി തങ്ങൾ ഒരു വസ്ത്രം വാങ്ങിയിട്ട് തിരിച്ചു വരികയാണ്. വരുന്ന സമയത്ത് വീണ്ടും ഒരു പാവപ്പെട്ട ഒരു പെൺകുട്ടി റോട്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അടിമയായ കുട്ടിയാണ്. എന്നിട്ട് ആ കുട്ടി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, മോളെ, എന്തിനാണ് നീ വിഷമിക്കുന്നത്? അപ്പൊ പറഞ്ഞു, എന്റെ വീട്ടിൽ നിന്നുകൊണ്ട്, ഞാൻ ജോലിക്ക് നിൽക്കുന്ന വീട്ടിൽ നിന്നുകൊണ്ട് എന്നെ ഗോതമ്പിന്റെ മാവ് വാങ്ങാൻ വേണ്ടി പറഞ്ഞയച്ചതാണ്. 2 ദിർഹം എന്റെ കയ്യിലുണ്ടായിരുന്നു, അതെന്റെ കയ്യിൽ നിന്നുകൊണ്ട് നഷ്ടപ്പെട്ടു പോയി. വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ എന്നെ ചീത്ത പറയുമെന്ന് പറഞ്ഞ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ കയ്യിലുണ്ടായിരുന്ന ആ 2 ദിർഹവും എടുത്തു കൊടുക്കുകയാണ്. അപ്പൊ ആ പെൺകുട്ടി പറയുന്നു, ഹബീബായ നബിയേ, എനിക്കിനി വീട്ടിലേക്ക് പോകാൻ പറ്റില്ല, കാരണം നേരം വൈകി, എന്റെ യജമാനൻ എന്നെ ചീത്ത പറയുമെന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്. അഹാഫു അയ്യദ്രിബൂനി യാ റസൂലല്ലാഹ്. ആ സമയത്ത് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പെൺകുട്ടിയുടെ കൈയും പിടിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ ചെന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സലാം പറഞ്ഞു. വീട്ടുകാർ മടക്കിയില്ല. വീണ്ടും റസൂലുള്ള സലാം പറഞ്ഞു. അപ്പോഴും മടക്കിയില്ല. മൂന്നാമതും അല്ലാഹുവിന്റെ റസൂൽ സലാം പറഞ്ഞു. അപ്പോൾ മടക്കിയപ്പോൾ നബി തങ്ങൾ ചോദിച്ചു. ഇമാം അഹ്മദ് അവിടുത്തെ മുസ്നദിൽ രേഖപ്പെടുത്തിയ സംഭവമാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്നതാണ്. ആ സമയത്ത് നബി തങ്ങൾ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ സലാം അടക്കാതിരുന്നെന്ന് ചോദിച്ചപ്പോൾ വീട്ടുകാർ പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞപ്പോൾ അത് പ്രാർത്ഥനയാണല്ലോ. അല്ലാഹുവിന്റെ സലാം നിങ്ങളുടെ മേലുണ്ടാകട്ടെ, അല്ലാഹുവിന്റെ രക്ഷ നിങ്ങളുടെ മേലുണ്ടാകട്ടെ എന്നവിടുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നല്ലോ നബിയെ. അതുകൊണ്ട് അങ്ങയുടെ പ്രാർത്ഥന ഒന്നുകൂടി കിട്ടാൻ വേണ്ടിയാണ് ആദ്യം തന്നെ മടക്കി കഴിഞ്ഞാൽ പിന്നെ അങ്ങ് ദ്വാരക്കൂലല്ലോ. 3 പ്രാവശ്യം അങ്ങയുടെ ദ്വാ കിട്ടിയല്ലോ, അതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തതെന്ന് ഹബീബായ നബി തങ്ങളോട് പറയാണ്. ഇനിയിപ്പോൾ ആരെങ്കിലും ഒന്ന് സലാം പറയുമ്പോൾ മടക്കാതിരിക്കണ്ട കേട്ടോ. ആ പള്ളിയിൽ ഉസ്താദ് ഇങ്ങനെ പറഞ്ഞതെന്നും പറഞ്ഞിട്ട് സലാം പറയും മടക്കാതിരിക്കണ്ട. അത് നബി തങ്ങളുടെ ദ്വാക്ക് ഇജാബത്തുള്ളത് കൊണ്ട് സഹാബത്ത് ചെയ്തിരുന്ന ഒരു കാര്യമാണ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഈ കുട്ടിയെ നിങ്ങൾ ചീത്ത പറയരുത്, ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ നേരം വൈകിയതിന്റെ പേരിൽ ഹബീബായ നബിയെ ആ കുട്ടിക്ക് വേണ്ടി അങ്ങ് റെക്കമെൻഡ് ചെയ്യാൻ വന്നിരിക്കുകയല്ലേ, അതുകൊണ്ട് അടിമത്തത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ഇന്നത്തെ ദിവസം ആ കുട്ടിക്ക് മോചനം നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടിയെ അടിമത്തത്തിൽ നിന്നുകൊണ്ട് മോചിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നല്ല ആരോഗ്യമുള്ള നല്ല സമർത്ഥ
വിശ്വസ്തരായ ആളുകൾക്ക് അന്ന് നല്ല പ്രതിഫലം കൊടുത്തുകൊണ്ടായിരുന്നു അടിമകളായിട്ട് വാങ്ങിയിരുന്നത്. ആ അടിമ സമ്പ്രദായത്തെ ഓരോന്നോരോന്നായി നിർത്തലാക്കിയ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നെൽസൺ മണ്ടേലയെ പറ്റിയിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ നബി തങ്ങളുടെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ അതിനേക്കാൾ എത്രയെത്രയോ അനുഭവങ്ങൾ, എത്രയെത്രയോ സുന്ദരമായ ജീവിതത്തിന്റെ തത്വസംഹിതകൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ നബി തങ്ങളുടെ വാക്ക് ഒന്നുകൂടിയിട്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇശ്ഫഉ തഅ്ജറു, നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ശുപാർശ ചെയ്യണേ, എന്നാൽ പടച്ച തമ്പുരാന്റെ അടുക്കിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് വലിയ പ്രതിഫലം കിട്ടുമെന്നുള്ള ആ വാക്ക് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടന്നുകൊണ്ട് പാവപ്പെട്ടവരായ ആളുകളുടെ കണ്ണീരൊപ്പാൻ അനാഥ മക്കളെ കൈപിടിച്ചുകൊണ്ട് അവരുടെ പ്രയാസങ്ങളും വിഷമങ്ങളും കണ്ടറിഞ്ഞുകൊണ്ട് പരിഹാരം ചെയ്യാൻ നമ്മൾ മുന്നോട്ട് വരണം. ഈ പരിശുദ്ധമായ റബീഉൽ അവ്വലിന്റെ ഈ സുന്ദരമായ വെള്ളിയാഴ്ച ദിനത്തിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് ചെയ്യാൻ പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ശ്രദ്ധ ചെലുത്തണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. എൻ്റെ ഒരു സുഹൃത്ത് ഈ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം വന്നപ്പോൾ 3 യതീമുകളായ പെൺകുട്ടികൾ, തന്റെ മകളുടെ വിവാഹം ഈ അടുത്ത ദിവസം വരികയാണ്. അപ്പോൾ അതിനോടൊപ്പം തന്നെ 3 യതീം മക്കളായ പാവപ്പെട്ടവരായ കുട്ടികളുടെ നിക്കാഹ് അതോടൊപ്പം കൂടി നടത്തി കൊടുക്കാൻ വേണ്ടി അദ്ദേഹം പ്രതിജ്ഞ ചെയ്തു. ഇതുപോലെയുള്ള നല്ല കാര്യങ്ങളൊക്കെ റബീഉൽ അവ്വൽ മാസത്തിൽ മുത്ത് റസൂലുള്ളാഹിന്റെ ചര്യയായി നമ്മൾ കൊണ്ട് നടന്നുകൊണ്ട് അത് നടപ്പാക്കി കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ ഹബീബായ നബി തങ്ങൾ അവിടുത്തെ അനുധാവനം ചെയ്യുന്നവരായിട്ട് നമ്മൾ മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നബി തങ്ങളോടുള്ള മഹബത്ത് നമുക്ക് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. അവിടുത്തെ പൂർണ്ണമായും ഇത്തിബാഅ് ചെയ്യാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ്